സ്വലാത്തും മറ്റു ഇബാദത്തുകളും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. സ്വലാത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ സുന്നത്താണ്, അല്ലേ? മറ്റുള്ള ആരാധനകൾക്കില്ലാത്ത ഒരു പ്രത്യേകതയാണ്. അല്ലാഹു നിസ്കരിക്കാറുണ്ടോ? അല്ലാഹു നോമ്പ് നോൽക്കാറുണ്ടോ? ഇതൊക്കെ സുന്നത്തുർ റസൂലാണ്. എന്നാൽ സ്വലാത്ത് എന്ന് പറയുന്നത് അത് നബി തങ്ങൾ മാത്രം നിർവഹിച്ച കാര്യമല്ല. മുത്തു നബി തങ്ങളുടെ പേരിൽ അല്ലാഹു നിർവഹിക്കുന്ന ഏറ്റവും വലിയ സംഭവമാണ്, സുന്നത്തുല്ലാഹിയാണ്. അസ്സലാത്തു അലൻ നബി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. അല്ലാഹുവും മുത്തുനബിയും തമ്മിൽ അന്തരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതൊരു വിശ്വാസിയും ഉണ്ടെന്നല്ലേ പറയാൻ പറ്റൂ. ഒന്ന് പടച്ചോനാണ്, മറ്റൊന്ന് പടപ്പാണ്. വലിയ അന്തരമുണ്ട്. ഒരിക്കലും അല്ലാഹു അവന്റെ റസൂലും ഒരുപോലെയല്ല. അല്ലാഹു വാജിബുൽ വുജൂദാണ്, സ്വയം ആസ്തിക്യം നിർബന്ധമായവനാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ എത്ര ഫദ്ല് പടച്ച റബ്ബിനുണ്ടോ? മുത്തുനബിയുടെ സുന്നത്തിനേക്കാൾ അല്ലാഹുവിന്റെ സുന്നത്ത് എത്ര ഉയർന്നതും വളർന്നതുമായിരിക്കുമോ? അത് തന്നെയാണ് സ്വലാത്തിന് വലിയ മഹത്വമുണ്ടെന്ന് പണ്ഡിതന്മാര് പറയാൻ കാരണം ആ ഇബാദത്ത് നാം ചെയ്യുമ്പോ അല്ലാഹു കാണിച്ചു തന്ന മാതൃകയുള്ള ഒരു ഇബാദത്താണ്, സുന്നത്തുല്ലാഹി ഉള്ള ഇബാദത്താണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. കണ്ടോ, ഇവിടെ ഒരു വലിയ വ്യത്യാസം കാണാൻ പറ്റും. സ്വലാത്തും മറ്റു ഇബാദത്തുകളും തമ്മിൽ എടുത്തു നോക്കുമ്പോ അവിടെ നമുക്ക് മറ്റു ആരാധനകളിലേക്ക് ചേർത്ത് നോക്കുമ്പോ അള്ളാഹുവിന്റെ ചര്യയായി സ്വലാത്തിൽ ഒരു വലിയ പ്രത്യേകത കാണാൻ പറ്റും. മറ്റാരാധനകളൊക്കെ അത് എല്ലാം കണ്ടീഷൻസ് ഉള്ളതാണ്, അല്ലേ? സമയത്തിന്റെ നിഷ്ഠയുണ്ട് മറ്റാരാധനകൾ. ഉദാഹരണം, അസ്ർ ബാങ്ക് കൊടുത്താൽ ളുഹ്ർ നിസ്കാരം ഖളാ ആകും. അസ്ർ ബാങ്ക് കൊടുത്താൽ ളുഹ്ർ നിസ്കാരം ഖളാ ആകും. മഗ്രിബ് ബാങ്ക് കൊടുത്താൽ അസ്ർ നിസ്കാരം ഖളാ ആകും. ഇശാ ബാങ്ക് വിളിച്ചാൽ മഗ്രിബ് നിസ്കാരം ഖളാ ആയി. സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതോടുകൂടെ ഇശാവും ഖളാ ആയി. ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചതല്ലേ? സമയനിഷ്ഠയുണ്ട് നിസ്കാരത്തിന്. ആ സമയം അങ്ങ് തെറ്റിച്ചു കളഞ്ഞാൽ പിന്നെ ആ ഇബാദത്ത് ഖളാ ആണ്. നോമ്പ് അങ്ങനെ തന്നെ. റമദാൻ മാസത്തിൽ നോറ്റിട്ടില്ലെങ്കിൽ പിന്നെ ഖളാ ആണ്, അല്ലേ? സമയം നോക്കണം. എത്ര കൃത്യമായിട്ടാ പറയുന്നത്. അതുപോലെ തന്നെ വേറെ എന്തെല്ലാം നിബന്ധനകളാണ് ഈ ആരാധനകൾക്കൊക്കെ പറഞ്ഞത്. ഒരാള് വെറുതെ അങ്ങ് നിസ്കരിച്ചാ മതിയോ? ഔറത്ത് മറച്ച് നിസ്കരിക്കണം. ഔറത്ത് മറച്ച് നിസ്കരിക്കണം. സമയമായതിന്റെ ശേഷം നിസ്കരിക്കണം. ഔറത്ത് മറച്ച് നിസ്കരിക്കണം. ഖിബ്ലക്ക് മുന്നിട്ട് നിസ്കരിക്കണം. ഉളൂ എടുത്ത് നിസ്കരിക്കണം. കുളിക്കണമെങ്കിൽ കുളിച്ചു നിസ്കരിക്കണം. എന്തെല്ലാം കണ്ടീഷൻസ് ആണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറയുന്നത്. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഇതിനൊക്കെ എങ്ങനെ ഏതുണ്ട്? ഷുറൂത്തുകൾ ഒരുപാടുണ്ട്, ഷർത്തുകൾ. എന്നാൽ ഈ ഷർത്തുകളിലൊന്നും അധിഷ്ഠിതമല്ല സ്വലാത്ത്. സ്വലാത്ത് ഈ ഷർത്തുകളിലൊന്നും അധിഷ്ഠിതമല്ല. നോക്കൂ നിങ്ങൾ, നിസ്കാരം ഖളാ ആകും, നോമ്പ് ഖളാ ആകും, സ്വലാത്തോ അതാ മാത്രമേ ഉള്ളൂ, അതിൽ ഖളാ ഇല്ല. സമയം തെറ്റിപ്പോയി ഖളാ ആയി, അങ്ങനുണ്ടോ? ഇല്ല. സ്വലാത്ത് എപ്പോഴും ചെല്ലാം. സമയനിഷ്ഠയുള്ള ആരാധനയല്ല. ഔറത്ത് മറക്കണം സ്വലാത്ത് ചെല്ലുമ്പോൾ, അതൊരു ബഹുമാനമാണ്. പക്ഷെ ഔറത്ത് നടക്കാതെ ചെല്ലിയാൽ കിട്ടൂലേ? കൂലി കിട്ടൂലേ? തലമറക്കാതെ ചൊല്ലിയാൽ അത് കൂലി കിട്ടൂലേ? കൂലി കിട്ടും. ഖിബ്ലക്ക് മുന്നിടാതെ ചൊല്ലിയാൽ കൂലി കിട്ടൂലേ? കിട്ടും. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ അതിന്റെയൊക്കെ ബഹുമാനവും മട്ടും ഒക്കെ അതൊക്കെ പാലിക്കലാണ്. പക്ഷെ അതൊന്നും ഷർത്തില്ല. എന്തുകൊണ്ട്? സ്വലാത്ത് വ്യതിരിക്തമാകുന്നതിന്റെ ചിത്രങ്ങളാണ് ഞാൻ പറയുന്നത്.
സ്വലാത്ത് മറ്റുള്ളവയിൽ നിന്ന് വ്യതിരിക്തമാകുന്നതിന്റെ ചിത്രങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ ഉണർത്തുന്നു. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നവരെ വലിയ ഇഷ്ടമായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തഫ്സീർ ദുറുൽ മൻസൂറിൽ കാണാം, നമ്മൾ പറഞ്ഞ ഇന്നല്ലാഹു വ മലായികതുഹു യുസല്ലൂന അലൻ നബി എന്ന ആയത്തിൽ തന്നെ പറഞ്ഞത് കാണാം. ഒരാൾ ഒരിക്കൽ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ സമീപിക്കുന്നു. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിൽ വരുന്നു. നബി തങ്ങൾ അദ്ദേഹത്തോട് വല്ലാത്ത അടുപ്പം കാണിക്കുന്നു. നല്ല നിലക്ക് അയാളോട് പെരുമാറുന്നു. എന്തൊരു സന്തോഷത്തിലാണെന്നറിയോ അയാളോട് പെരുമാറുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാരും ഇങ്ങനെ നോക്കിക്കാണുകയാണ്. എന്താണ് മുത്തുനബി ഇദ്ദേഹത്തെ ഇത്രമാത്രം പരിഗണിക്കാൻ കാരണം? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ അടക്കമുള്ള സദസ്സാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, സിദ്ദീഖുൽ അക്ബറിനേക്കാൾ ആരെയും അത്ര പരിഗണിക്കാറില്ല. സിദ്ദീഖുൽ അക്ബറിനെ പരിഗണിക്കും പോലെ ഇതൊക്കെ സാധാരണ ഉള്ളതാണ്. ഇന്ന് ഈ വ്യക്തിയെ ഇത്രമാത്രം പരിഗണിക്കാൻ എന്താ കാരണം? സുബ്ഹാനല്ലാഹ്, അവരൊക്കെ അത്ഭുതത്തോടെ നോക്കി നിന്നു. നബിതങ്ങളുമായി സംസാരിച്ച് കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹം സ്ഥലം വിടുന്നു. ആഗതൻ സ്ഥലം വിട്ടു. പോയപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, സഹാബത്തിനോട് ചോദിക്കുകയാണ്, അല്ല ആ പോകുന്നയാളാരാന്നറിയോ? അവര് പറഞ്ഞു, നബിയേ, അങ്ങേക്ക് വലിയ അടുപ്പമുള്ള നബി തങ്ങളുമായിട്ട് വലിയ ഹൃദയബന്ധമുള്ളയാളാണെന്ന് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങയുടെ പെരുമാറ്റത്തിൽ നിന്ന് ആളാരാണെന്നറിയില്ല. മുത്തുനബി പറഞ്ഞു, ദിവസവും എന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലു, അത്രേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം നിർമ്മിച്ച സ്വലാത്തിന്റെ വചനം അത് അദ്ദേഹം എന്നും ചൊല്ലിക്കൊണ്ടിരിക്കും. അദ്ദേഹം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തിന്റെ വചനങ്ങളുടെ ചാരുതയാണ് അദ്ദേഹത്തിലേക്ക് എന്നെ അടുപ്പിച്ചത്. 10 വട്ടം സ്വലാത്ത് ചൊല്ലിയാലും ലോകത്തുള്ള മുഴുവൻ ആളുകളും ചെയ്യുന്ന ഇബാദത്തുകൾ അത്രയും. ഒരു റിപ്പോർട്ടിൽ, വേറെ റിപ്പോർട്ടിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എത്രയാളാണോ ഒരു ദിവസം ലോകത്ത് സ്വലാത്ത് ചൊല്ലുന്നത്, ആ ആളുടെ എണ്ണം കണ്ട് സ്വലാത്ത് ചൊല്ലിയ കൂലി ഈ മനുഷ്യന്റെ കർമ്മ പുസ്തകത്തിൽ വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, എന്താണ് അദ്ദേഹം ചൊല്ലുന്ന ആ സ്വലാത്ത്? അതാണ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ എന്റെ കൂട്ടുകാരെ ആ ഹദീസ് കണ്ടത് മുതൽ സ്വലാത്തു റഫ്ഇൽ അഅ്മാൽ എന്നൊരു പേരും അതിനുണ്ട്. ഏതായാലും ആ സ്വലാത്ത് അന്ന് മുതൽ ചൊല്ലി വരാറുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയ്യി അദദ മൻ സ്വല്ലാ അലൈഹി മിൻ ഖൽഖിക്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയ്യി കമാ യൻബഗി ലനാ അൻ നുസല്ലി അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയ്യി കമാ അമർതനാ അൻ നുസല്ലി അലൈഹി. ഇങ്ങനെയാണ് ആ സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം എന്നും സ്വലാത്ത് ചൊല്ലുകയാണ്. ഇനി ഞാൻ ഇന്ന് പ്രസംഗിച്ച പ്രസംഗം മുഴുവനും ആ സ്വലാത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയ്യി. മുഹമ്മദ് നബി തങ്ങളുടെ മേൽ അല്ലാഹുവേ നീ സ്വലാത്ത് ചൊരിയണേ. അദദ മൻ സ്വല്ലാ അലൈഹി മിൻ ഖൽഖിക്. നിന്റെ പടപ്പുകളിൽ നിന്ന് ആ മുത്തുനബിയുടെ പേരിൽ എത്രയാള് സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ അവരുടെ എണ്ണം കണ്ടുള്ള സ്വലാത്ത് ചൊരിയണേ. ഇന്ന്
ലോകത്ത് എത്ര ആള് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടാകും? കോടിക്കണക്കിന് മനുഷ്യർ ഇന്ന് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടാകൂലേ? 2 ഹറമിൽ മാത്രം ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നത്തെ ഒരു ദിവസം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടാവൂലേ? ഒന്ന് കൂട്ട് സഹോദരാ, ലോകത്ത് എത്ര പേര് ചൊല്ലി? അവരുടെ എണ്ണം കണ്ട് എന്റെ കർമ്മ പുസ്തകത്തില് ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വലാത്ത് രേഖപ്പെടുത്തുമെന്ന് പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്ക. കഴിഞ്ഞില്ല. ഇത് തന്നെയാണ് ആ അദ്ദേഹം ഉണ്ടാക്കിയ സ്വലാത്തിന്റെ ഭംഗി. ചിലരെങ്കിലും പറയാറുണ്ട്, കഥ അറിയാതെ പലരും പറയാറുണ്ട്, ഹദീസിൽ വന്ന സ്വലാത്ത് മാത്രമേ ചൊല്ലാവൂ, ഹദീസിൽ വന്ന സ്വലാത്തിന് കൂടുതൽ മഹത്വമുണ്ട്, അതിൽ തന്നെ ഇബ്രാഹിമിയ സ്വലാത്തിന് വലിയ പവറുണ്ട്. അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഇമാം ഷാഫിഈ തങ്ങൾ സ്വന്തമായി സ്വലാത്തിന്റെ വാചകമുണ്ടാക്കിയിട്ടുണ്ട്. ഇമാം റാഫിഈ തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇമാമിങ്ങളിൽ പലരെയും പരിശോധിക്കുമ്പോ അവര് സ്വന്തമായിട്ട് ചില വാചകങ്ങൾ സ്വലാത്തിനുണ്ടാക്കി അവരത് ചൊല്ലുന്ന ശീലമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിന് മാതൃകയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നബിതങ്ങളാണ് ഇതിന് പാസ് കൊടുക്കുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ സ്വലാത്ത് നബിതങ്ങൾ പഠിപ്പിച്ചു വിട്ടതല്ല. ഈ ലഫ്ള് അദ്ദേഹം സ്വയം നിർമ്മിച്ചുണ്ടാക്കിയതാണ്. ഓക്കെ, അതിന് വലിയ ഭംഗിയുണ്ട്. അദദ മൻ സല്ല അലൈഹി മിൻ ഖൽഖി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ നബിയ്യ കമാ യംബഗി ലനാ അൻ നുസല്ലി അലൈഹി. പടച്ചോനെ, മുഹമ്മദ് നബിയുടെ മേൽ നീ സ്വലാത്ത് ചൊരിയണം. എങ്ങനെ ചൊരിയണം? കമാ യംബഗി ലനാ അൻ നുസല്ലി അലൈഹി. എങ്ങനെയാണോ ഞങ്ങൾ നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത് ആ ക്രമത്തിലുള്ള സ്വലാത്ത് ചൊരിയണം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാ ചൊല്ലേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല, അതാണ് പറഞ്ഞത്. കമാ യംബഗി ലനാ അൻ നുസല്ലി അലൈഹി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ നബിയ്യ കമാ അമർതനാ അൻ നുസല്ലി അലൈഹി. നീ ഞങ്ങളോട് സ്വലാത്ത് എല്ലാം കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പിച്ചതുപോലെ അതെങ്ങനെയെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അതെങ്ങനെ വേണ്ടതെങ്കിൽ വേണ്ടതുപോലെ ഇയാണ് ചെയ്തു കൊടുത്ത ആളാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ നബിയ്യ കമാ അമർതനാ അൻ നുസല്ലി അലൈഹി. 10 വട്ടേ ഒരു ദിവസം ചൊല്ലുന്നുള്ളൂ. 10 വട്ടം. പക്ഷേ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് വലിയ ഫളിലാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് മറ്റ് ആരാധനകളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നതിന്റെ ചിത്രങ്ങളാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്രയും സമയം നാം സംസാരിച്ചത് മുഴുവനും ഇനിയും ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങള് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങള് റളിയല്ലാഹു അൻഹു, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഫത്ഹുൽ മുഈൻ ഓതാത്ത ദാറുൽ മആരിഫിലെ ഒരു ദിവസം പോലും ഉണ്ടാകൂല. ഫത്ഹുൽ മുഈൻ ഓതാത്തത് ഒരു പള്ളി ദർസിലും ഉണ്ടാകൂല. ഒരു ദിവസം പള്ളി ദർസിൽ വർക്കിംഗ് ഡേ ആണെങ്കിൽ അവിടെ ഒരു കിതാബ് ഓതിയ കൂലി കുഞ്ഞിപ്പള്ളിക്ക് എത്തണം. ഫത്ഹുൽ മുഈന്റെ മുസന്നിഫിന് കിട്ടണം. എന്നിട്ടേ ദിവസങ്ങൾ ഉണ്ടാവുള്ളൂ. ഏതു ദിവസം കഴിഞ്ഞു പോയാലും അങ്ങനെ. കാരണം അത്രയും അധികം എല്ലാ ദിവസവും ഫത്ഹുൽ മുഈൻ ദർസ് നടക്കും ഏത് പള്ളിയിൽ. ആ ഫത്ഹുൽ മുഈന്റെ ആമുഖത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ഫത്ഹുൽ മുഈൻ ഉണ്ടാക്കിയത് എനിക്ക് നഫ്ഉ കിട്ടണം, അതിന് ദുആരക്കണം, ദുആരക്കുന്നു ഒക്കെ ചെയ്യുന്നു. ഇത് ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങളും ദുആരക്കണം. മുസന്നിഫ് നമ്മളോടൊക്കെ പറയുന്നു, മൂപ്പരും ദുആരക്കുന്നു, മഹാനവറുകൾ റഹ്മത്തുള്ളാഹി അലൈഹി. എന്നാൽ സ്വലാത്തും സലാമും ചൊല്ലുമ്പോ മൂപ്പര് എത്ര ധൈര്യത്തിലാ മഹാനവറുകൾ പറയുന്നത്, സ്വലാത്തൻ വസലാമൻ അഫൂസു ബിഹിമാ. സ്വലാത്തും സലാമും ഞാൻ ചൊല്ലുമ്പോൾ അഫൂസു ബിഹിമാ, അതുകൊണ്ട് ഞാൻ ജയിക്കുന്ന എനിക്ക് ഉറപ്പാണ്. അവിടെ ഒരാളുടെയും റെക്കമെൻഡ് ആവശ്യപ്പെടുന്നില്ല. സ്വലാത്തും സലാമും ചൊല്ലിയാൽ അതുകൊണ്ട് ജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. എനിക്ക് ആകെയുള്ള ഒരു സമാധാനം അതാണ്. സ്വലാത്തു സലാമു, അതുകൊണ്ട് ഞാൻ എന്തായാലും രക്ഷപ്പെടും. ഇത്രയും വലിയൊരു കിതാബ് ഉണ്ടാക്കിക്കൊണ്ട് രക്ഷപ്പെടും എന്നല്ല പറയുന്നത്. സ്വലാത്തു സലാമും ചൊല്ലി ഞാൻ രക്ഷപ്പെടും. മറ്റത് ഉപകാരപ്പെട്ടെങ്കിലേ ഉള്ളൂ. ഉപകാരപ്പെടാൻ വേണ്ടി ദ്വാരക്കണം. അവിടെ മറ്റൊരു കാര്യം പറയാൻ. എന്താ? സ്വലാത്തല്ലാത്ത ഏത് പുണ്യകർമ്മങ്ങളും ഏത് ആരാധനാകർമ്മങ്ങളും ഏത് സ്വാലിഹായ കർമ്മങ്ങളും ഏത് സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിച്ചെങ്കിലേ ഉള്ളൂ സ്വലാത്ത് സ്വീകരിക്കുന്ന ഉറപ്പാണ്. സ്വലാത്ത് മർദൂദാകുന്ന, റദ്ദ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഇല്ലേ ഇല്ല സ്വലാത്ത്. മറ്റുള്ളതൊക്കെ സ്വീകരിച്ചെങ്കിലേ ഉള്ളൂ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അതും രേഖപ്പെടുത്തുന്നത് കാണാം. എല്ലാ ഇബാദത്തുകളും വന്നിയുൽ ഖബൂല,
കബൂൽ ഉറപ്പില്ല. കബൂലായി അതിന്റെ എല്ലാ ഗുണവും നിലവാരവും ഒക്കെ എത്തണമെങ്കിൽ അള്ളാഹ് കബൂലാക്കും. പക്ഷെ കബൂലായെങ്കിലേ ഉള്ളൂ. പക്ഷെ സ്വലാത്ത് ഇല്ലാതെ കബൂലാണെന്ന് ഉറപ്പാ. അത് കബൂലാന്ന് ഉറപ്പാ. അതിന് യാതൊരു, അതുകൊണ്ടാണ് അതിന് നേരത്തെ പറഞ്ഞ പോലെ ഷർത്തുകളൊന്നും ഇല്ലാതെ പോയത്. അതെങ്ങനെ പറഞ്ഞാലും കബൂലാണ്. സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള പുണ്യ സ്വലാത്ത് എന്തായാലും കബൂലാണ്. എന്തായിരിക്കും അതിന്റെ രഹസ്യം? അതിനെ നമ്മൾ ഒന്നും കൊണ്ട് തിരിഞ്ഞാലോചിച്ചാൽ മതി. നിസ്കരിക്കുമ്പോ ആ നിസ്കാരം ഖബൂലാവാം, മർദൂദാവാം, രണ്ടും ആവാം. എന്തുകൊണ്ട്? എന്താണ് അതിന്റെ കാരണം? ഈ പ്രാർത്ഥനകള്, ദുആകള്, നിസ്കാരങ്ങൾ, ഈ നിസ്കാരത്തിലും പ്രാർത്ഥനകളിലും എല്ലാറ്റിലും നമ്മുടെ കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. നമ്മുടെ നേട്ടത്തിന് വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് നാം അപേക്ഷിക്കാറുള്ളത് പടച്ചവനോട്, അല്ലേ? നിസ്കരിക്കുമ്പോ അങ്ങനെ പല സ്ഥലത്തും പറയുന്നുണ്ട് റബ്ബി ഉഗ്ഫിർലി വർഹംനി. അത് വേറെ സുജൂദിന്റെ ഇടയിൽ ഒരു സമഗ്രമായ പ്രാർത്ഥന നടത്തുന്നുണ്ട്. സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഒരു സമഗ്ര പ്രാർത്ഥന നടത്തുന്നത്. അതിൽ ആലം ദുന്യാവും മൊത്തം ഉൾപ്പെട്ട ഒരു ദുആയാണ് റബ്ബി ഉഗ്ഫിർലി വർഹംനി എന്ന ആ ദുആ. വിശദീകരിക്കാൻ സമയമല്ല. പിന്നെയോ അത്തഹിയാത്ത് ഓതിയിട്ട് അല്ലാഹുമ്മ ഉഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു. ഇങ്ങനെ കുറെ നമ്മളെ കാര്യങ്ങൾ അതിൽ പറയുമ്പോ അത് ചിലപ്പോ സ്വീകരിക്കപ്പെടൂല. എന്താ കാരണം? നിസ്കാരമായതുകൊണ്ടാണോ നിസ്കാരം മർദൂദാകുന്നത്? അങ്ങനെ പറയാൻ പറ്റൂല. നോമ്പായതുകൊണ്ടല്ല നോമ്പ് തള്ളപ്പെടുന്നത്, ഹജ്ജായതുകൊണ്ടല്ല ഹജ്ജ് സ്വീകരിക്കപ്പെടാതിരിക്കുന്നത്, മറിച്ച് അത് ചെയ്തത് ഞാനായിപ്പോയി എന്നതാണ് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം. അപ്പൊ നിസ്കാരവും നോമ്പും ഹജ്ജും ഒക്കെ സ്വീകരിക്കുന്നതിനുള്ള തടസ്സം ഞാനും നിങ്ങളും നമ്മളുമാണ്, അല്ലേ? അതിൽ ഞാനുണ്ട്, നിങ്ങളുണ്ട്, നമ്മളുണ്ട്. അങ്ങനെയാ പറയാം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിന, ഞങ്ങൾക്ക് കൊണ്ടാ, അല്ലേ? അങ്ങനെയല്ലേ പറയാം. അത് പടച്ചോന് സൗകര്യം ഉണ്ടെങ്കിലേ തരുള്ളൂ. കാരണം തരാൻ പടച്ചോനോട് കഴിയും. പക്ഷെ എനിക്ക് തരണം, ഞങ്ങൾക്ക് തരണം എന്ന് പറയുമ്പോൾ എനിക്കും നമുക്കും അതിന് അർഹത ഉണ്ടാവണ്ടേ? അപ്പൊ ചിലപ്പോ അർഹത ഇല്ലെങ്കിൽ തള്ളിക്കളയും. പക്ഷേ ഈ സ്വലാത്തിന്റെ കാര്യത്തിൽ മഹാന്മാര് പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നീ ഇല്ല, ഞാനില്ല, നിങ്ങളില്ല, നമ്മളില്ല, അതൊന്നുമില്ലല്ലോ അവിടെ. അവിടെ ഒറ്റ കാര്യമുള്ളൂ, അല്ലാഹുമ്മ, പടച്ചോനെ സ്വല്ലി അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് നീ സ്വലാത്ത് ചൊരിയണേ. ആരോടാ പറയുന്നത്? ഒരാൾക്കും കൊടുക്കുന്നത് തടയാൻ പറ്റാത്ത ഒരുത്തനോടാ പറയുന്നത്. ആർക്കും കൊടുക്കണം എന്നാ പറയുന്നത്? ഒരു നിലക്കും കിട്ടാൻ അനർഹതയില്ലാത്ത, എല്ലാ നിലക്കും കിട്ടാൻ അർഹനായ, കൊടുക്കുന്നതിനൊരു തടസ്സമില്ലാത്ത പടച്ചോൻ, വാങ്ങുന്നതിനൊരു തടസ്സമില്ലാത്ത റസൂൽ. അവർക്ക് വേണ്ടി പടച്ചോനെ മുഹമ്മദ് നബിക്ക് കൊടുത്താളാന്ന് പറഞ്ഞാലേ ഇനി അവിടെ എന്താ തള്ളപ്പെടേണ്ട കേസ്? കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയും, വാങ്ങാൻ മുത്തുനബിക്കും കഴിയും. ഇതിന്റെ ഇടയിൽ ഇനി തടസ്സമല്ല, അത് പറഞ്ഞാൽ മതി, അത് പാസ്സായി കഴിയും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. മറ്റുള്ളത് പാസ്സാകുന്നതിന് പ്രശ്നം ഉണ്ടാകുന്നത് ഞാനും നിങ്ങളും, നമ്മളും നിങ്ങളുമാണ്. സുഹൃത്തെ, ഇതൊന്നുമില്ല സ്വലാത്തിലെ. നേരിട്ട് പടച്ചോനോടങ്ങ് പറയുന്നു, മുത്തുനബിക്ക് വേണ്ടി പറയുന്നു. പിന്നെ എന്തിനത് തടയപ്പെടണം? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. സ്വലാത്ത് സദാസമയം മഖബൂലാകുന്നതിന്റെ രഹസ്യം ഇതാണ്. പണ്ഡിതന്മാര് പറഞ്ഞു, കാരണം കൊടുക്കാൻ യോഗ്യനായവനോടാ പറയുന്നത്, കിട്ടാൻ യോഗ്യനായ ആൾക്കു വേണ്ടിയാ ചോദിക്കുന്നത്. ഒരു നിലക്കും അതിന് ബ്ലോക്ക് വരാൻ ഒരു സാധ്യതയും ഇല്ല. നമ്മളൊക്കെ പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുത്താൽ അതിന് ബ്ലോക്ക് വരുന്നത് ഒരുപക്ഷെ നമ്മൾ കിട്ടാൻ അർഹനാവില്ല, അല്ലെങ്കിൽ തെരുന്നോല കുറുമ്പായിരിക്കും, കുശുമ്പായിരിക്കും, പലതും ഉണ്ടാവും. അതിന് കാരണം ഈ പറഞ്ഞോടത്ത് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. അള്ളാഹ്ക്കും ബ്ലോക്കില്ല, റസൂലുള്ളാഹിക്കും ബ്ലോക്കില്ല. പിന്നെ വേഗം അങ്ങോട്ട് പാസ്സാവും. അതുകൊണ്ടാണ് സ്വലാത്തിന്റെ കാര്യം അത് എപ്പോഴും മഖ്ബൂലാണെന്ന് പറയാൻ കാരണം. على محمد يا رب صل عليه